ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ പരിപാടികൾ പെട്ടെന്ന് കഴിയും അത് എന്താണെന്ന് വെച്ചാൽ കൊച്ചെണീക്കുന്നതിന് മുമ്പ് എല്ലാം കഴിയണമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ദോശ മുരുമുരാന്ന് ഇഷ്ടമാണ് കേട്ടോ. കുട്ടി ദോശയോ? അതെന്താ സാധനം? കയ്യും കാലൊക്കെയുള്ള കുട്ടി ദോശയാ? ഉണ്ടാക്കി തരാട്ടോ. ഇതാണ് കേട്ടോ അവൻ്റെ കുട്ടി ദോശ. ഇത് ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കേ. പിന്നെ ABCD നമ്മുടെ 1 2 3 4 ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ കഴിച്ചോളും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ടൈം ഫ്രീ ആയിട്ട് മോൻ ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പം മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കഴിക്കട്ടോ. കുഞ്ഞുമോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ അവളുടെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നേ. ആശാൻ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. എന്തോ പെട്ടെന്ന് അവനെന്തോ പഠിക്കണം എന്നൊക്കെ തോന്നി. ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ. മമ്മ പഠിക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് പഠിക്കാനൊക്കെ ഇരുന്നോളും. ഇപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് മോളെ ഒന്ന് കുളിപ്പിച്ചു, അവളെ ഒന്ന് സെറ്റാക്കി. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇവരുള്ളതുകൊണ്ടേ എൻ്റെ സമയം ഞാൻ എപ്പോഴും ബിസിയാണ്. നമുക്ക് ടൈമൊക്കെ പെട്ടെന്ന് അങ്ങ് പൊക്കോളും. പിന്നെ അവളെ ഉറക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഉറക്കി. എൻ്റെ പാട്ടൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് മാത്രം പിന്നെ ഉറക്കി കിടത്തി ഞാൻ. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമൊക്കെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. നമുക്ക് ടീച്ചിങ് പ്രൊഫഷൻ ആകുമ്പം ഇടയ്ക്കിടയ്ക്ക് ചില എക്സാംസ് ഒക്കെ വരും. പിന്നെ നമ്മുടെ ബുക്സൊക്കെ ആയിട്ടുള്ള ടച്ചൊന്നും വിട്ടുപോകണ്ടല്ലോ. അപ്പം ഇടയ്ക്ക് അങ്ങനെയൊക്കെ ടൈം കണ്ടെത്താറുണ്ട്. ഞാൻ അവളെ കിടത്തിയതാണ്. പക്ഷെ അവൾ എഴുന്നേറ്റു. കുഴപ്പമില്ല. എന്താണ് അവള് കരയുന്ന വരെ എനിക്ക് ടൈമുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് മാക്സിമം നോക്കും. പിന്നെ ചിലപ്പോൾ പറയാനില്ലേ, നമുക്ക് 1-2 മക്കളായി കഴിഞ്ഞൊന്നിന് ടൈമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ചുമ്മാതാട്ടോ. ടൈം ഉണ്ടാക്കാം. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാനൊക്കെ പറ്റുമേ. ആദ്യത്തെ പോലെ അത്ര ഫ്രീ ആയിട്ട് അത്ര ഫ്രീഡം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാത്തിനും ഈ വേണയിൽ ചക്ക വേരയിലും കഴിക്കുന്നൊക്കെ ഒരു ചൊല്ലില്ലേ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. വേണം, ഒരു മനസ്സ് വേണം, അത്രേ ഉള്ളൂ. ഭക്ഷണം കഴിപ്പിക്കാൻ ഇത്രയും കഷ്ടപ്പാട് ഇല്ലേ പുസേ? എൻ്റെ ലൈഫിൽ ഇത്ര റിസ്ക് വേറെ ഒന്നിനും ഇല്ല കേട്ടോ. ഈ ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിക്കനുണ്ട്, പക്ഷെ അത് അവൻ മോർണിംഗിൽ കഴിച്ചുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. എൻ്റെ മെയിൻ ഉദ്ദേശം ഈ പയർ കഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവനത് കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പം പിന്നെ വേറെ വഴിയില്ലല്ലോ അല്ലേ? അപ്പം മോൾ ഉറങ്ങി. ഇവൻ്റെ ഫുഡൊക്കെ കൊടുത്തേ, പക്ഷെ ഉറങ്ങിയില്ല. ഇനിയിപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കൂടെ കിടന്ന് നോക്കണം, എന്നാലേ ഇനിയിപ്പോൾ ഉറങ്ങത്തുള്ളൂ. അപ്പം എനിക്ക് ചെറിയ എന്തൊരു പനിക്കോള് പോലെ. അപ്പോൾ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കറി കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വൻപയർ തോരൻ. ഇത് നമ്മുടെ നമ്മൾ പണ്ട് സൺഡേ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കഞ്ഞി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ വൻപയർ തോരനും അച്ചാറൊക്കെ ആയിരിക്കും. എനിക്ക് അതാ ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ വയനാട്ടിൽ വെച്ചാൽ ഞങ്ങളുടെ നാട് വയനാടാണ് കേട്ടോ. അവിടെ ചുണ്ടേന്ന് പറഞ്ഞ സ്ഥലത്തൊരു പള്ളിയുണ്ട്, ചുണ്ടേൽ പള്ളി, എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഞ്ഞി ഇട്ട് ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് കഞ്ഞിയും ആ ചമ്മന്തി. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. മക്കള് 2 പേരും ഉറങ്ങിട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇന്നലെ റിനൂസ് വന്നപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് തന്നായിരുന്നേ. എഴുന്നേറ്റു വരാം. അത് മോൻ എണീച്ചതായിരുന്നു കേട്ടോ. ഒന്നും കൂടെ അവനെ ഉറക്കി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇന്നലെ റിൻസ വന്നപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് കൊണ്ട് തന്നത്. അത് എൻ്റെ കയ്യിൽ തന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സർപ്രൈസ്. ഞാനത് തുറന്ന് നോക്കിയപ്പോൾ അതെന്തായിരുന്നു അറിയോ? കാണിച്ചു തരാം. ഇതായിരുന്നു കേട്ടോ സാധനം. ഇതൊക്കെ ഇഷ്ടമല്ലാത്ത ആരാലുള്ള. അപ്പം ഇതും കൊണ്ടുവന്നു. പിന്നെ കുറച്ച് മാങ്ങയും കൊണ്ടുവന്നു. അപ്പം പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നല്ല ഉപ്പിലിട്ട് ആ മാങ്ങ വെക്കും.
ഇതാണ് കേട്ടോ ആ സംഭവം. ഞാൻ കുറച്ച് ഉപ്പുമാങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ റിൻചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാവം വാങ്ങിക്കൊണ്ട് വന്നതല്ലേ, അപ്പോൾ നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് ഈവനിങ്ങിൽ ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഞാൻ പാരസെറ്റമോളൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും കുറേയൊക്കെ ആശ്വാസമായേ. ഷോപ്പിംഗ് നമ്മുടെ നെക്സ്റ്റ് മന്ത് വാവയുടെ ബാപ്റ്റീസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. എൻ്റെ ഇടയിൽ മോന് ഇടയ്ക്ക് ഇവിടെയൊക്കെ കയറിയിരിക്കും കേട്ടോ. എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ. ടൗണിലോ എന്തിനാ പോകുന്നത്? വെറുതെ എന്തിനാ ടൗണിൽ പോകുന്നു? ഉടുപ്പ് വാങ്ങാനാ? ആർക്ക്? പപ്പൂസിനോ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമോൻ ഉറങ്ങിപ്പോയി, മോളും ഉറങ്ങി. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മൾ കാലിക്കറ്റ് ജയലക്ഷ്മിയിലാണ് കേട്ടോ പോയത്. നല്ല കളക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. നല്ല അടിപൊളി കളക്ഷൻസാണ്. ഞങ്ങൾ 4 പേരും ഒരേ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കളക്ഷനാണ്. ഈ ഒരു ഇതിൽ നമ്മൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ബാപ്റ്റിസ്റ്റിന് ഇടുമ്പോൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസാണ് ഇവിടെ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും രാത്രി 8 or 9 o'clock എങ്ങാണ്ടായേ. പിന്നെ ഞാനും ടയേർഡായി, എല്ലാവരും ടയേർഡായേ. പിന്നെ നൈറ്റിൽ ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് മെല്ലെ അങ്ങ് മടങ്ങി.